ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. മൈലേജും പെർഫോമൻസും ഒത്തൊരുമിച്ച സെൽറ്റോസ് വാഹന വിപണി കീഴടക്കാനായി വീണ്ടും എത്തുന്നു. 7 സ്പീഡ് ഗിയർ ബോക്സുമായി എത്തുന്ന സെൽറ്റോസ് ഡീസൽ മോഡലിന് ഇന്ത്യൻ ഡ്രൈവിംഗ് സാഹചര്യങ്ങൾക്ക് അനുയോജ്യവും വ്യത്യസ്തമായ കാലാവസ്ഥാ സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാനും കഴിയുമെന്നാണ് റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയ്ക്ക് ഇന്ത്യയിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത വാഹനമാണ് സെൽറ്റോസ്. നിലവിൽ വിൽപ്പന അല്പം കുറവാണെങ്കിലും പഴയ ഫോമിലേക്ക് സെൽറ്റോസിനെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി ഇപ്പോൾ. അടുത്ത വർഷം SUVയുടെ ന്യൂജൻ മോഡലിനെ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രാൻഡ്. അതിന്റെ ഭാഗമായുള്ള പരീക്ഷണയോട്ടവും കിയ ആരംഭിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസിലും ഇന്റീരിയറിലും ഒന്നിലധികം അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനോടൊപ്പം നിരവധി മെക്കാനിക്കൽ പരിഷ്കാരങ്ങളും കിയ സെൽറ്റോസിലേക്ക് വന്നെത്തുമെന്നാണ് വിവരം. വരാനിരിക്കുന്ന പുതിയ തലമുറ സെൽറ്റോസിന് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനോടൊപ്പം 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ലഭിക്കുന്നത് വലിയ ചർച്ചയാവാൻ ഇടയുണ്ട്. നിലവിലുള്ള 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സെഗ്മെന്റിൽ പല മാറ്റങ്ങൾക്കും പുതിയ ട്രാൻസ്മിഷൻ തുടക്കം കുറിച്ചേക്കും. ഡീസൽ എഞ്ചിനിലേക്ക് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നെത്തുന്നതിലൂടെ SUVയുടെ ശബ്ദവും വൈബ്രേഷനുകളും കുറയ്ക്കാൻ കിയയ്ക്ക് കഴിയും. 7ാമത്തെ ഗിയർ കുറഞ്ഞ RPM വേഗതയും അനുവദിക്കും. അങ്ങനെ SUVയുടെ മൈലേജ് മെച്ചപ്പെടുത്താനും സഹായിക്കും. എന്തായാലും വിപ്ലവകരമായ മാറ്റത്തിലൂടെ ഇന്ത്യൻ SUV വിപണിയെ വീണ്ടും കൈപ്പിടിയിലാക്കാനുള്ള സെൽറ്റോസിന്റെ രണ്ടാം വരവിന് ആരാധകർ കാത്തിരിക്കുകയാണ്. മിക്കവാറും അടുത്ത വർഷം പകുതിയോടെ മോഡൽ വിപണിയിലെത്തും. നിലവിൽ കിയ സെൽറ്റോസിന്റെ ഇന്ത്യയിലെ എക്സ് ഷോറൂം വില 10.9 ലക്ഷം മുതൽ 20.37 ലക്ഷം വരെയാണ്. ഗംഭീര മാറ്റങ്ങളോടെ പുതുതലമുറ മോഡൽ അവതരിപ്പിക്കുമ്പോൾ വില അല്പം കൂടി ഉയരുമെന്ന് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒരു മാസത്തെ ഫോൺ റീചാർജിന്റെ വിലയിൽ വീട്ടിൽ ഇന്റർനെറ്റ് നേടാം. 399 രൂപയുടെ ജിയോ എൻട്രി ലെവൽ ഹോം പ്ലാനാണ് വളരെ മിതമായ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ മികച്ചൊരു ഇന്റർനെറ്റ് സേവന ദാതാവ് കൂടിയാണ്. ജിയോ ഫൈബർ, ജിയോ എയർ ഫൈബർ എന്നീ വിഭാഗങ്ങളിലായി ജിയോ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. ഈ 2 സേവനങ്ങളും ജിയോ ഹോം എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാണ് വരുന്നത്. മികച്ച ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് പ്ലാനുകൾ ആവശ്യമുള്ളവർക്കായി ജിയോയുടെ പക്കൽ നിരവധി പ്ലാനുകളാണുള്ളത്. അതിൽ വീടുകൾക്കായുള്ള എൻട്രി ലെവൽ പ്ലാൻ എത്തുന്നത് 399 രൂപ വിലയിലാണ്. അതായത് ഒരു മാസത്തെ മൊബൈൽ റീചാർജ് പ്ലാനിന്റെ വിലയിൽ ഒരു വീട്ടിലേക്ക് അടിസ്ഥാന ആനുകൂല്യങ്ങൾ സഹിതം ഇന്റർനെറ്റ് ലഭ്യമാകും. റിലയൻസ് ജിയോ ഏറെ നാളായി നൽകി വരുന്ന ഒരു ബ്രോഡ്ബാൻഡ് പ്ലാനാണ് 399 രൂപയുടേത്. അതും വർഷങ്ങളായി ജിയോയുടെ എൻട്രി ലെവൽ ഹോം ബ്രോഡ്ബാൻഡ് പ്ലാൻ എന്ന സ്ഥാനം അലങ്കരിച്ചുകൊണ്ടാണ് ഈ പ്ലാൻ മുന്നോട്ടു പോകുന്നത്. കുറഞ്ഞ വിലയ്ക്ക് ഒരു ബ്രോഡ്ബാൻഡ് പ്ലാൻ തേടുന്നവർക്ക് ഈ ജിയോ 399 രൂപ എൻട്രി ലെവൽ പ്ലാൻ പരിഗണിക്കാവുന്നതാണ്. ഈ പ്ലാനിൽ ലഭിക്കുക പ്രതിമാസം 3.3 TB ഡാറ്റയാണ്. 399 രൂപയുടെ ഹോം ബ്രോഡ്ബാൻഡ് പ്ലാനിൽ ജിയോ സൗജന്യ വോയിസ് കോളിംഗും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിയോ ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്ക് 6 മാസം 12 മാസം കാലയളവുകളിലേക്കായി ഒന്നിച്ച് ഈ പ്ലാൻ തിരഞ്ഞെടുക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിളിന്റെ ആദ്യ ഫോൾഡബിൾ ഐഫോണിൽ 24 മെഗാ പിക്സലിന്റെ ഉയർന്ന റെസല്യൂഷനുള്ള അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ആപ്പിൾ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഫോൾഡബിൾ വിപണിയിൽ സാംസങ്ങിനുള്ള മേൽക്കൈ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്പിൾ കന്നി മോഡലിൽ തന്നെ മികച്ച ഫീച്ചറുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആപ്പിളിന്റെ ചരിത്രത്തിലെ കന്നി ഫോൾഡബിൾ ഐഫോണിന് അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുണ്ടായിരിക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ആപ്പിളിന്റെ എതിരാളികളായ സാംസങ് മുമ്പ് തന്നെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറകൾ അവതരിപ്പിച്ചെങ്കിലും 24 മെഗാ പിക്സലിന്റെ ഉയർന്ന റെസല്യൂഷനിലുള്ള അണ്ടർ ഡിസ്പ്ലേ സെൻസർ ആപ്പിൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്ക്രീനിന്റെ മുകൾ ഭാഗത്തായി ക്യാമറ നോച്ച് കാണുന്ന പതിവ് രീതിക്ക് ബദലായി അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഐഫോൺ ഫോൾഡറിലേക്ക് വരിക. ഫേസ് ID ഉൾപ്പെടുത്താൻ സാധ്യതയില്ലാത്തതിനാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ആപ്പിളിന്റെ ഐഫോൺ ഫോൾഡിലേക്ക് വന്നേക്കും. ഐഫോൺ ഫോൾഡ് എന്ന് അനൌദ്യോഗികമായി അറിയപ്പെടുന്ന ആപ്പിളിന്റെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ 2026 പുറത്തിറങ്ങുമെന്നാണ് സൂചന. ഐഫോൺ 18 Pro, ഐഫോൺ എയർ 2 എന്നിവയ്ക്കൊപ്പമായിരിക്കും ഐഫോൺ ഫോൾഡ് വിപണിയിലെത്തുക. ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളുടെ വിപണിയിൽ സാംസങ്ങിനുള്ള മേൽക്കൈ മറികടക്കുക എന്ന വലിയ ലക്ഷ്യം ആപ്പിളിന്റെ മനസ്സിലുണ്ട്. അതിനാൽ തന്നെ കന്നി ഐഫോൺ ഫോൾഡിൽ തന്നെ മികച്ച ഫീച്ചറുകളും സവിശേഷതകളും ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ആപ്പിൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.